ഹലോ ഗൈസ്, ഇത്ര സന്തോഷത്തിൽ ഞാൻ തുള്ളിച്ചാടി പോകുന്ന വേറെ എങ്ങോട്ടുമല്ല, എൻ്റെ സ്കൂളിലേക്ക് തന്നെയാണ്. ഇന്ന് എൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. 8:15 എത്താൻ പറഞ്ഞ ഞാൻ 7:20 അവിടെ എത്തി. ഞാൻ വന്നിട്ടാണ് പത്രം ഇടുന്ന ചേട്ടൻ പോലും വന്നത്. ഒറ്റ മനുഷ്യ കുഞ്ഞില്ലാന്ന് വെച്ചാൽ ഞാനല്ലാണ്ട് അവിടെ ആരും വന്നിട്ടില്ലായിരുന്നു. 8:30 ആയപ്പോഴാണ് അവിടെ ആൾക്കാർ വന്നു തുടങ്ങിയത്. ഇതാണ് ഓഡിറ്റോറിയം സെറ്റപ്പ്. ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ ഇറങ്ങിയതാണെങ്കിൽ ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. നേരത്തെ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചിട്ട് പോയ ഒരു ചേച്ചിയാണ് വെൽക്കം ഡാൻസുകാരെ മേക്കപ്പ് ചെയ്യാൻ വന്നത്. ഞാൻ എന്തിനാണ് നേരത്തെ വന്ന് ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനും ഡാൻസിനുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. ഇത് ഞങ്ങളുടെ തോമസ് സാറാണ്, പ്രിൻസിപ്പളാണ്. സാർ ഇങ്ങനെ ഫ്ലവറൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ട്. ഒരു 8:45 ആയപ്പോൾ എല്ലാവരും വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ റെഡി ആവാൻ കയറി. ഞാൻ കാത് കുത്തിയിട്ടില്ല, കാരണം ഞാൻ പെന്തുക്കോസാണ്. സോ എനിക്ക് ജ്വല്ലറീസിൻ്റെ കാര്യത്തിലും മേക്കപ്പിൻ്റെ കാര്യത്തിലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കിട്ടുന്ന കോസ്റ്റ്യൂം എന്താണോ പിന്നെ ജസ്റ്റ് മുടിയും കൂടെ കെട്ടി സിമ്പിളായിട്ട് കയറുമായിരുന്നു ചെയ്തത്. എൻ്റെ ടീംമേറ്റ്സ് എന്നെ സപ്പോർട്ട് ചെയ്തു. എന്നെ ഇതൊന്നും ഇടാൻ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നീ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നത് എൻ്റെ ടീംമേറ്റ്സ് ആണ്. ഗോഡ് നമ്മളെല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. വിത്തൗട്ട് മേക്കപ്പ്, ജ്വല്ലറി ആൻഡ് ഫിൽറ്റേഴ്സ് വി ഓൾ ആർ ബ്യൂട്ടിഫുൾ. ഇത് ആർച്ച ഭയങ്കര പാവമാണ്. ഇങ്ങനെ പറയാൻ കാരണം അന്ന് രാത്രി ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കോല് ഗോൾഡ് കളർ ടേപ്പ് ഒട്ടിച്ചിട്ട് വരണം എന്ന്. ഞാൻ മാത്രം ആ മെസ്സേജ് കണ്ടില്ല. എന്നിട്ട് ആർച്ച പാവം വഴക്കൊന്നുമേ പറഞ്ഞില്ല. എന്നിട്ട് ഇരുന്ന് ഒട്ടിച്ചിരുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ എൻ്റെ മുടിയിൽ ഫ്ലവറൊക്കെ വെച്ച് തന്നത് ആർച്ച തന്നെയാണ്. ഫ്ലവർ എൻ്റെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു. ബാക്കിൽ നിൽക്കുന്ന ദേവിക. ഞങ്ങളുടെ ടീമിൻ്റെ ഓൾ ഇൻ ഓൾ ആണ് ആർച്ചയും അനാമികയും. ഇത് ഗായത്രി. ഇവളെല്ലാവരോടും പെട്ടെന്ന് കമ്പനി ആവുന്ന ഒരു ടൈപ്പാണ്. ഒത്തിരി സംസാരിക്കും. എന്നിട്ട് ഞാനാണ് ഇവളുടെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുത്തത്. കെട്ടിക്കൊടുത്തു, ഇഷ്ടപ്പെട്ടില്ല, അയച്ചു. പിന്നെയും കെട്ടിക്കൊടുത്തു, ഇഷ്ടപ്പെട്ടില്ല, അയച്ചു. അങ്ങനെ പ്രോസസ് റിപ്പീറ്റ് ദ സെയിം 3 ടൈംസ്. നമ്മൾ ഡിഗ്രിക്കൊക്കെ ചെന്ന് അഡ്മിഷൻ എടുത്തിട്ട് അയ്യോ +1 ആങ്കർ ചെയ്യാൻ പറ്റിയില്ല, +2 ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴാണോ പ്രോഗ്രാം ചെയ്യാൻ ചാൻസ് കിട്ടുന്നത് അപ്പോഴൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുക. പ്രോഗ്രാം ചെയ്യാൻ ചാൻസ് കിട്ടുന്നിടത്തൊക്കെ പ്രോഗ്രാം ചെയ്യുക. അപ്പോൾ പിന്നെ ഡിഗ്രിയൊക്കെ എത്തുമ്പോൾ ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ടിരിക്കും. നമ്മളെ നമ്മളായി തന്നെ കണ്ട് അംഗീകരിച്ച് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ കൂടെയാണ് നമ്മളും നിൽക്കേണ്ടത്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഞാൻ നേരത്തെ പഠിച്ച സ്കൂളിൽ മേക്കപ്പ് ഇടാൻ പറ്റില്ല, ഓർണമെന്റ്സ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 10th കഴിഞ്ഞിട്ട് കർത്താവ് എന്നെ കൊണ്ടൊന്ന് എത്തിച്ചത് പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ കയ്യിലാണ്. ഒരു കഷ്ടതയുള്ള സമയം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു നല്ല സമയം ഉണ്ടാവും. ഇവരാണ് ക്ലാസ്സിലെ എല്ലാം. ഒരാൾ ലീഡർ, ഒരാൾ റെപ്രസെന്റേറ്റീവ് ആൻഡ് ഒരാൾ കോർഡിനേറ്റർ. എൻ്റെ +1 +2 എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ആണ് എൻ്റെ എല്ലാം. ഇതാണ് ഗൈസ് ഫൈനൽ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ട്? മുടി കെട്ടിവെച്ച് ബുഷായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. പിന്നെ ദൂരി വെക്കാൻ മറന്നു. ഭയങ്കര ഫ്ലെയേർഡ് ആയിട്ടുള്ള ഗ്ലിറ്റർ സ്കേർട്ടായിരുന്നു. ഞാൻ ഈ കളിക്കുന്ന ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് അല്ല, നോട്ട് ദ പോയിന്റ്. പക്ഷെ എൻ്റെ ഒപ്പം കളിക്കുന്നവർ 10 വർഷം 14 വർഷം ഡാൻസ് പഠിക്കുന്നവരായിരുന്നു. എനിക്ക് സ്റ്റെപ്സ് ഒന്നും കിട്ടാത്ത സമയത്ത് എന്നോട് സമാധാനത്തിലും സന്തോഷത്തിലും പറഞ്ഞു തന്നവരാണ് ഇവർ രണ്ടുപേരും. ദിസ് ഈസ് ആർച്ച ആൻഡ് അനാമിക. ഇവരുടെ